അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിന്റെ മറ്റൊരു കുഞ്ഞ് ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. ഞാനിപ്പം കറന്റ്ലി നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കുംഭകോണം എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഫേമസ് ആണ്. തമിഴ്നാട്ടിലെ ടെമ്പിൾ സിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടെമ്പിൾ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കുംഭകോണം. ചെറുതും വലുതുമായിട്ട് ഏകദേശം 250-ൽ കൂടുതൽ ക്ഷേത്രങ്ങളുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു കുംഭകോണം എന്ന് പറയുന്നത്. ഈ ഒരു കുംഭകോണം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കറന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് നാട്ടിൽ നിന്ന് കയറിയത്. കഴിഞ്ഞ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കയറി ട്രിച്ചി വന്നു. നമുക്ക് നാട്ടിൽ ഡയറക്റ്റ് ട്രെയിനുകൾ കുംഭകോണത്തേക്ക് അവൈലബിൾ അല്ല. ഇതിൽ മധുരയിലോ അല്ലെങ്കിൽ ട്രിച്ചിയിലോ ഒക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് വരാനായിട്ടുള്ളത്. ട്രിച്ചിയിൽ ഞാൻ വന്ന സമയത്ത് അവിടുന്ന് കറക്റ്റ് ടൈമിനായിട്ട് നമുക്ക് കുംഭകോണത്തേക്ക് ട്രെയിൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്രിച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ടാണ് കുംഭകോണത്തേക്ക് വന്നത്. അപ്പോൾ ട്രിച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ എടുക്കും കുംഭകോണം എത്താൻ. അടുത്ത തഞ്ചാവൂർ വഴിയൊക്കെയാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ തഞ്ചാവൂരിനും ട്രിച്ചിക്കും ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു കുംഭകോണം കിടക്കുന്നത്. അപ്പോൾ കുംഭകോണത്ത് ഞാൻ ആക്ച്വലി മെയിനായിട്ട് കവർ ചെയ്യുന്ന സ്ഥലങ്ങൾ കുംഭകോണം, ഗംഗൈക്കോട്ട ചോളപുരം, അതുപോലെ തന്നെ ചിദംബരം. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും ഈ 3 സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളൊക്കെ കവർ ചെയ്യുകയാണ് ഈ ഒരു യാത്രയുടെ ലക്ഷ്യം. ഇന്നിപ്പോൾ മാർച്ച് 1-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണിയാവുന്നു. ഞാൻ ജസ്റ്റ് എഴുന്നേറ്റു ഫ്രഷൊക്കെ ആയി. നമ്മളിപ്പോൾ ഇവിടുന്ന് കറന്റ്ലി നേരെ പോകാൻ പോകുന്നത് ഗംഗൈക്കോട്ട ചോളപുരം എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടൗണിലേക്കാണ്. അവിടെ ഒരു ബൃഹദീശ്വര ടെമ്പിൾ, ഒരു പെരിയ കോവിലുണ്ട്. ആക്ച്വലി തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിളിനെ പോലെ തന്നെയുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ള മറ്റൊരു ടെമ്പിൾ. അപ്പോൾ അത് കാണുകയാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനുശേഷം നമ്മൾ ചിദംബരത്തേക്ക് പോകും. ചിദംബരത്തിൻ്റെ നടരാജ ടെമ്പിളും കവർ ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ ഈ പറയുന്ന കുംഭകോണത്തേക്ക് വരും. എന്നിട്ടാണ് കുംഭകോണത്തിലെ ടെമ്പിളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ കുംഭകോണത്തിൽ ഫേമസ് ആയിട്ട് ഡിഗ്രി കോഫി, മറ്റു പല എന്താ പറയുക സ്വീറ്റ്സ്, ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നേരെ ഗംഗൈക്കോട്ട ചോളപുരം പോവുക. അവിടെ പണ്ട് കാലത്തെ ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ടെമ്പിൾ കാണുകയാണ് ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ എന്താണ്, ഞാൻ ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഇറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് അണ്ണാനഗർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അണ്ണാനഗറിലെ ഈ ഒരു VK ശങ്കർ VK ഡിസൈൻ VK ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ ആക്ച്വലി താമസിച്ചത്. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ കുംഭകോണത്ത് ഇപ്പം കറന്റ്ലി മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വന്നപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വെയിലുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം പെയ്ത ആ ഒരു മഴക്ക് അത്യാവശ്യം കാര്യമായിട്ട് തന്നെ പെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു. ഉച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ നല്ല ക്ലൗഡിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നാൽ ഞാൻ നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് കുംഭകോണം ടൗൺ ബസ് സ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ഗംഗൈക്കോട്ട ചോളപുരം പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. കുംഭകോണം അത്യാവശ്യം വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ അത്യാവശ്യം തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇവിടുന്ന് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷൻ ബസ്സിൽ കയറി പോകുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകട്ടെ. അപ്പോൾ കുംഭകോണത്തെ ആൾക്കാരൊക്കെ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ വരുന്നതൊന്നും വീക്കെൻഡൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഇപ്പോൾ 8 മണിയായി കേട്ടോ. വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല റോഡിൽ. ദൂരെ അല്ല, സ്ട്രൈറ്റ് ആയിട്ട് എനിക്കിത് ആ ഒരു മൊഫസ്സിൽ ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ പേര് മൊഫസ്സിൽ ബസ് സ്റ്റാൻഡ് എന്നാണ് ആക്ച്വലി ഇവിടുത്തെ ഒരു ടൗൺ സിറ്റി ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് വേണം. അവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ആക്ച്വലി ജയംകൊണ്ടാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള ബസ്സിലാണ്. ആ സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ ഒരു ഗംഗൈക്കോട്ട ചോളപുരം വരുന്നത്. ഓക്കെ, അപ്പം അവിടെ നമുക്ക് നേരെ ജയംകൊണ്ടാൻ ബസ് പിടിക്കണം. എന്നിട്ട് നേരെ കയറി ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരമുണ്ട് കുംഭകോണത്തിൽ നിന്നും ഗംഗൈക്കോട്ട ചോളപുരത്തേക്ക്. ഏതാണ്ടൊരു 1 മണിക്കൂർ കൂടുതലെടുക്കും. ലോക്കൽ ബസ്സിലൊക്കെ പോയി അവിടെ എത്തുമ്പോഴത്തേക്ക് 1 മണിക്കൂർ കൂടുതൽ എന്തായാലും എടുക്കും. വെയിൽ കൂടി വരുന്നുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മൾ പോയി നോക്കട്ടെ. അപ്പോൾ ഇതാണ് കണ്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, മൊഫസ്സിൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ അകത്തോട്ട് കയറട്ടെ. ഇത് അവിടെ മയിലാടുതുറയിലോട്ടുള്ള ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം നമുക്ക് എങ്ങനെ ഗംഗൈക്കോട്ട ചോളപുരത്തേക്കുള്ള ബസ് കിട്ടുമെന്നുള്ളത്. എന്നിട്ട് നമുക്ക് പതുക്കെ കയറി പോകട്ടെ. അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡാണ്. കണ്ടില്ലേ. എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഈ ഒരു ബസ്സാണ് നമുക്ക് ആക്ച്വലി പോകുന്നത്. ഇതിനകത്ത് ജയംകൊണ്ടാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഈ ഒരു ബസ്സിനകത്ത് കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗംഗൈക്കൊണ്ട ചോളപുരം പോകാൻ പറ്റുമെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ബസ്സിൽ കയറി പോവുകയാണ് കേട്ടോ അടുത്ത ലക്ഷ്യം. അപ്പോൾ എന്തായാലും കയറട്ടെ ഞാൻ പതുക്കെ.
അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളത് എത്തിയിരിക്കുകയാണ്. ചോള രാജാക്കന്മാർ ഏകദേശം 280ഓളം വർഷങ്ങൾ അവരുടെ രാജഭരണ സ്ഥിര കേന്ദ്രമായി വെച്ചിരുന്ന ഗംഗൈക്കോട്ടൈ ചോളപുരം എന്ന് പറയുന്ന ചെറിയൊരു ഒരു ഗ്രാമമാണ് ആക്ച്വലി. അവിടെ നമുക്കതേ കാണാൻ പറ്റുന്നൊരു വലിയ സംഭവമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതേ ഗംഗൈക്കോട്ട ചോളപുരത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ അതേ ഇവിടെ ഒരു ബൃഹദീശ്വര ടെമ്പിൾ ഗംഗൈക്കോട്ട ചോളപുരത്തിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1012 1044, അതായത് 10ാം നൂറ്റാണ്ടിൽ ചോളരാജ്യം ഭരിച്ചിരുന്ന രാജരാജ ചോളൻ്റെ മകനായിട്ടുള്ള രാജേന്ദ്ര ചോളനാണ് ആക്ച്വലി ഈ ഒരു അമ്പലം ഇവിടെ പണി കഴിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇത് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിളിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, ഇവിടെ ഫുള്ളൊരു എന്താ പറയുക, സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ തന്നിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളി കാണാതെ വേണം നമ്മൾ ഈ ഒരു സംഭവം എടുക്കാനായിട്ട്. അപ്പോൾ ഈ കണ്ടില്ലേ ഇവിടെ നിന്നിട്ടുള്ളൊരു ലുക്ക് കണ്ട, അടിപൊളി കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു നന്ദിയുടെ പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിളിലുള്ള ആ ഒരു നന്ദിയേക്കാൾ വലിയൊരു നന്ദിയാണ് ഇവിടെ ഉള്ളത്. ഇത് പക്ഷേ ലൈം സ്റ്റോണിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അവിടുത്തത് ഒരു ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആ ഒരു ശരിക്കും ആ ഒരു തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ അതേ ഒരു ഇതിൽ തന്നെയാണ് ഈ ഒരു അമ്പലവും ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റുമതിലും ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, അടിപൊളി. സെക്യൂരിറ്റി കാരണം പറഞ്ഞു വന്ന ഒരു ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ ഇതാണ് ഗംഗൈക്കോട്ട ചോളപുരം എന്നറിയപ്പെടുന്ന ചോളപുരത്തെ ബൃഹദീശ്വര ടെമ്പിൾ ആക്ച്വലി. അപ്പോൾ ആ ഒരു ടെമ്പിളിൻ്റെ കാഴ്ച കണ്ടു നിങ്ങൾ കാണാൻ. ഇതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ ഉപദേവതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചുറ്റും വലിയൊരു കോട്ട മതിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പം 10ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ടെമ്പിൾ ആക്ച്വലി പണി കഴിപ്പിച്ചത്. നമ്മൾ നേരത്തെ അവിടെ പേര് കണ്ട പോലെ തന്നെ രാജ ചോളൻ്റെ മകനായിട്ടുള്ള രാജേന്ദ്ര ചോളനാണ് ഈ ഒരു അമ്പലം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊരു യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ അത്ര പൊക്കമില്ല എന്നുണ്ടെങ്കിലും ബട്ട് സ്റ്റിൽ റോഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാണത്തക്ക രീതിയിലാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കല്ലിൽ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു അടിപൊളി സംഭവമാണ്. ഇവിടെയും ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമുള്ള കോട്ടമതിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെ നടന്ന് പൊക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ അമ്പലം എത്ര വലുതാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്. ഇത് നോക്കിക്കേ, ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു ഏരിയയാണ്. ഇത് കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന നോക്കിയേ, എന്നാ രസമാണെന്നേ അല്ലേ. അപ്പോൾ അതുപോലെ ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ ചെറിയൊരു അമ്പലം കൂടി കാണാനായിട്ട് പറ്റും. അപ്പോൾ അതും ഈ ഒരു കോട്ടയ്ക്കകത്ത് തന്നെയാണ്, ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഈ ഒരു ചെറിയ ടെമ്പിളും വരുന്നത് കേട്ടോ. ഇത് നോക്കിക്കേ, അടിപൊളി. ഇതിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു കൊത്തുപണികളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ നമുക്കത് കാണാനായിട്ട്. ഇതെല്ലാം പാറക്കല്ലിലാണെന്ന് അറിയാം. അതുപോലെ തന്നെ പണ്ടത്തെ ആ ഒരു അവരുടെ ലാംഗ്വേജിനകത്തൊക്കെ ഇതിനകത്ത് എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ മാഞ്ഞ് പോയിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക, മറ്റേ റിനോവേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട്. എങ്കിലും ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഇപ്പോഴും കാണാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു കല്ലിനകത്ത് പണിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് കാണുന്നത് വേറെ ലെവൽ ഐറ്റമാണ് കേട്ടോ. കുറച്ചൊരു ഡെപ്ത് ഉണ്ട് നമുക്ക് അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക്. ആ ഓരോ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, എന്തൊക്കെ ഭയങ്കര മീനിങ്ങുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും ഇത് കണ്ട. അപ്പോൾ എന്താണ് ഗംഗൈക്കോട്ട ചോളപുരം. അപ്പോൾ ഞാനീ ഒരു സൈഡിൽ നിന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി കണ്ടു കഴിഞ്ഞാൽ പിടിക്കും കേട്ടോ. അവന്മാർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാം, ഓഡിയോ എടുക്കാൻ പറ്റില്ല. വിചിത്രമായ കുറേ നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അത് കൂടുതൽ ഇവരൊക്കെ തന്നെ ഡിഫൈൻ ചെയ്യുന്നതാണ്. എന്തിനാണോ എന്തോ. ഇത് ആക്ച്വലി ചെറിയൊരു ഒരു ടൗണാണ്. ടൗണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയൊരു ഗ്രാമമാണ് ഈ ഒരു ഗംഗൈക്കോട്ട ചോളപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഏകദേശം 280ഓളം വർഷങ്ങൾ ചോള സാമ്രാജ്യം അവരുടെ തലസ്ഥാനമായിട്ട് കൊണ്ട് നടന്നിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, ചോളന്മാർ, പാണ്ഡ്യന്മാർ, പല്ലവന്മാർ അവരൊക്കെ പലപ്പോഴായിട്ട് വന്ന് പോയിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഈ ഒരു ഗംഗൈക്കോട്ട ചോളപുരവും ഈ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, 10ാം നൂറ്റാണ്ടിലാണ്, 10-11 നൂറ്റാണ്ടുകളിലെ 1000ഓളമൊക്കെ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു നിർമ്മിതി ഇത്ര പെർഫെക്റ്റായിട്ട് അന്നത്തെ ആൾക്കാർ നിർമ്മിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്കൊന്നും ഒരു പക്ഷേ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വേറൊരു സംഭവം ഉണ്ടോ, പണ്ടൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ, ഞാനൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താ പറയുക, ചോള രാജാക്കന്മാർ, പാണ്ഡ്യന്മാർ, പല്ലവന്മാർ, മുഗൾമാർ. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ ഈ സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക്
ഒബ്വിയസ്ലി നമ്മുടെ ഏജ് ഒരു ഫാക്ടറാണ്, നമുക്കെന്ന് അത്രയേ ഉള്ളൂ, നമുക്ക് പഠിക്കണം, പരീക്ഷ എഴുതാൻ കഴിഞ്ഞു. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ എത്രയൊക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ആക്ച്വൽ സ്ഥലത്ത് വന്നിട്ട് ഇത് കാണുമ്പം കിട്ടുന്നൊരു ഫീലുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ ഓരോ സംഭവങ്ങളും അത്രത്തോളം ഇൻ ഡെപ്തായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രയേക്കാൾ മറ്റൊരു വലിയ ഒരു അധ്യാപകനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാരണം ഇതിൽ പലതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഡൽഹിയിൽ പോയപ്പോഴാവട്ടെ അവിടെ മുഗളന്മാരുടെ എന്താ പറയുക, പല സംഭവങ്ങളും കാണുമ്പോഴും ഇതുപോലെ ഈ ഒരു ഇത്, കാരണം ചോള രാജാക്കന്മാരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെയൊക്കെ പഠിച്ച് പരീക്ഷ എഴുതിയ കാലങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോള സാമ്രാജ്യത്തിൻ്റെ അവരുടെ ഒരു സ്ഥലത്തേക്ക് വരിക, അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു സംഭവങ്ങൾ കാണുക, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഇൻഡെപ്ത് ഐഡിയകളുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെയുള്ള ഐറ്റംസ്. അതൊന്നും ഒരിക്കലും ക്ലാസ് മുറിയിലിരുന്ന് പഠിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം. അതിനേക്കാൾ ഉപരി ഇന്ന് ഞാൻ ഈ സ്ഥലത്ത് വന്നു നിന്ന് ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്. അതുകൊണ്ട് എവിടെയും എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, യാത്രയേക്കാൾ മറ്റൊരു മികച്ച അധ്യാപകനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ സ്കൂളിൽ നിന്നൊക്കെ കുറേ അധികം കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും, അവിടുത്തെ സ്കൂളുകളിൽ നിന്ന് ഇവർക്ക് ശനിയാഴ്ച ദിവസങ്ങൾ, ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ഇതേ കണക്കുള്ള സംഭവങ്ങളൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ ഇവിടെയും ഒരു ചെറിയ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒരു കോട്ടയാണ് കേട്ടോ. ഒരു ചുറ്റുമതിലിനാൽ നിർമ്മിച്ചിട്ടുള്ള സ്ഥലവും അവിടെ നിന്നിട്ടുള്ള ആ ഒരു അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1, 2, 3, 4 ചെറിയ ഉപദേവതകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടത്തേക്ക് ഈ ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, സൂം ചെയ്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു അടിപൊളിയായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയാണെന്നുള്ളതൊക്കെ. പൊളി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആ ഒരു ടെമ്പിളിൻ്റെ കറക്റ്റ് ബാക്ക് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് ആ ഒരു ഗോപുരത്തിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ആൻഡ് അതെത്ര ഭയങ്കര വലുതാണെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കറക്റ്റ് ഈ ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാലേ ഇതാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇവിടെയും കുറച്ച് നിർമ്മിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിതൊക്കെ കാണാനെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഗംഗൈക്കോട്ടെ ചോളപുരം. അപ്പോൾ ഇവിടെ കുറച്ച് കൊത്തുപണികൾ ചെയ്ത വിഗ്രഹങ്ങൾ കല്ലിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മേ ബി ഇത് ഈ ഒരു അമ്പലത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാവാം. മേ ബി അതല്ലാതെ വന്ന സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചതൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ അങ്ങനെ കുറച്ച് തകർന്നിരിക്കുന്നതും വൃത്തിയായിട്ടിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറേയധികം ബിംബങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് നമ്മുടെ ഗംഗൈക്കോട്ടെ ചോളപുരം, അതിൻ്റെ മുമ്പിൽ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശിവനാണ് പ്രതിഷ്ഠ, ശിവൻ്റെ അമ്പലമാണ്. അത് ഓൾറെഡി നമ്മൾ അവിടെ നന്ദിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഒരു ഡൗട്ട് വന്നു കേട്ടോ. അപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗംഗൈക്കോട്ടെ ചോളപുരത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണുള്ളത്. ദേ കണ്ടില്ലേ ഈ ഒരു ഏരിയയിലൊക്കെ ഇതൊക്കെ പഴയ, ഇത് പുതിയതാണെന്ന് തോന്നുന്നു, കോൺക്രീറ്റോ കല്ലോ കണ്ടൊക്കെയല്ലേ ഈ സംഭവം. അപ്പോൾ ദേ കണ്ടില്ലേ ഗംഗൈക്കോട്ടെ ചോളപുരം. അപ്പോൾ ഗംഗൈക്കോട്ടെ ചോളപുരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത്, അപ്പോൾ ഗംഗൈക്കോട്ടെ ചോളപുരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത് ചിദംബരത്തിലേക്കാണ്. ചിദംബരം പോയിട്ട് അവിടുത്തെ നടരാജ ടെമ്പിൾ കൂടി നമുക്ക് കാണണം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി എന്താ പറയുക, തഞ്ചാവൂരും ട്രിച്ചിയൊക്കെ വരുന്ന ആൾക്കാർ അവിടുന്ന് ഒരു 1-2 മണിക്കൂർ 3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഗംഗൈക്കോട്ടെ ചോളപുരം. കുംഭകോണത്തു നിന്ന് ജയംകൊണ്ടാൻ പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാനായിട്ട് പറ്റും. 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യും. 8:30 കയറി ഒരു 9:30 ആയപ്പോഴത്തേക്ക് എത്തി. ഇപ്പം മണി 10:30 മണിയാവുന്നു. ഞാൻ 1 മണിക്കൂർ ഇവിടെ നിന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടുമെന്ന് നോക്കണം. ഇവിടുന്ന് ബസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് ചിദംബരം പോകണം. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. അപ്പോൾ അതൊക്കെ എന്താണ് പ്ലാൻ. ഞാൻ തന്നെ പുറത്തിറങ്ങാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഗംഗൈക്കോട്ടെ ചോളപുരം കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ചെറിയ മഴ ചാർന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്നാണ് കുട്ടികൾ ഒരുപാട് വരുന്നത്. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഗംഗൈക്കോട്ടെ ചോളപുരത്തിൻ്റെ പുറത്തു നിന്നുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ
ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് റോഡ്. ആ കാണുന്നതാണ് റോഡെന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ജയംകൊണ്ടനാണ്. ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത് ആക്ച്വലി. അപ്പോൾ ഇവിടെ റോഡിൻ്റെ ഇവിടെ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് കുംഭകോണത്തേക്ക് ബസ് കിട്ടും. ചിദംബരത്തേക്ക് ഇവിടെ നിന്ന് ബസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഗംഗൈക്കോട്ടെ ചോളപുരം തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടി. ഇവിടെ കണ്ടില്ല, അടുത്തൊരു സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ വന്നിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നത് കയറാനായിട്ട്. ഇവിടെ കുറേ കളിപ്പാട്ട കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. കമ്മൽ, വള, മാല സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ ചിദംബരം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ചായയും വടയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. 11:30 ആകുമ്പോഴത്തേക്ക് ഒരു ചിദംബരം ബസ് വരുമെന്ന് ഇവർ പറഞ്ഞു ഇവിടുത്തെ ഷോപ്പിലെ ആൾക്കാർ. എന്തായാലും വരുമോ ഇല്ലയോ നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആക്ച്വലി ഗംഗൈക്കോട്ട ചോളപുരം എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഗ്രാമം. അപ്പോൾ ഇവിടെ ഈ ഒരു ടെമ്പിളിൻ്റെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ATM ഒക്കെ ഉണ്ട് കേട്ടോ. India 1 ATM ഒക്കെ ആക്ച്വലി ഈ ഒരു ടെമ്പിളിൻ്റെ നേരെ ഈ ഒരു സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഗംഗൈക്കോട്ട ചോളപുരത്ത് നിന്ന് കിട്ടിയ ഒരു ബസ്സിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിദംബരം റൂട്ടിലുള്ള ബസ്സാണ്. ചിദംബരം വരെ പോവില്ല, അതിന് മുമ്പ് ഇവിടെ ഇറങ്ങണം. അവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ബസ്സിലിരുന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുണ്ടോ. നല്ല കിട്ടില്ല റോഡാണ്. ചേട്ടൻ നല്ല പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ ഗംഗൈക്കോട്ട ചോളപുരത്ത് നിന്ന് ബസ് കയറിയിട്ട് ഞാനിവിടെ ഇത് ഏതായിരുന്നു സ്ഥലപ്പേരും മറന്നുപോയല്ലോ. കാട്ടുമണർക്കോയിൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചിദംബരം ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഗംഗൈക്കോട്ട ചോളപുരത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടിയില്ല. അത് ഈ ഒരു കാട്ടുമണർക്കോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ഇനി ഇവിടെ അടുത്ത ബസ്സിൽ കയറിയിട്ട് വേണം ചിദംബരത്തേക്ക് പോകാൻ. കുറച്ച് ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ ബസ്സൊക്കെ വരുമോ നോക്കട്ടെ, വെയിറ്റിംഗ്. അപ്പോൾ നമുക്ക് ഒരു ചിദംബരം വണ്ടി കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പോൾ ഞാൻ ബസ്സിന് കയറിയിരിക്കുകയാണ് നേരെ ചിദംബരം. അപ്പോൾ അങ്ങനെ ഞാൻ വന്ന ബസ്സാണ് പോകുന്നത്. ചിദംബരത്ത് ഞാൻ ഇറങ്ങിയിട്ട് ഇവിടുത്തെ പിള്ളയാർ കോവിൽ നടരാജ ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം ആ ഒരു അമ്പലത്തിൻ്റെ ഈസ്റ്റ് ഗേറ്റിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ 5 മിനിറ്റ് ഉണ്ട് നടക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. നല്ല വെയിലുണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെ നമ്മൾ ചരിത്രപ്രസിദ്ധമായ ചിദംബരത്തെ തില്ലൈ നടരാജ ടെമ്പിളിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഈസ്റ്റ് ഗേറ്റാണ് കേട്ടോ. അപ്പോൾ ഇതും ചോള സാമ്രാജ്യത്തിൻ്റെ പണ്ടത്തെ തലസ്ഥാനമായിരുന്നു ഈ ഒരു ചിദംബരം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഏകദേശം ഒരു 10-11 നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അമ്പലമാണ് ഈ ഒരു തില്ലൈ നടരാജ ടെമ്പിൾ. അപ്പോൾ ശിവൻ്റെ നടരാജൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ഫേമസ് ടെമ്പിളാണ്. തന്നെയല്ല ഇന്ത്യയിലെ വൺ ഓഫ് ദ വലിയ അമ്പലങ്ങളിൽ ഒരെണ്ണം കൂടിയാണ് കേട്ടോ. എന്നാലും നമ്മൾ പതുക്കെ അകത്തോട്ട് കയറട്ടെ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ആ ഒരു രാജഗോപുരത്തിൻ്റെ ഫ്രണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം വലിയൊരു ഗോപുരമാണ് കേട്ടോ. ശിവ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേയധികം കൊത്തുപണികളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ചിദംബരം തില്ലൈ നടരാജ ടെമ്പിളിൻ്റെ മെയിൻ ഗോപുരം. ഈസ്റ്റ് ഗോപുരത്തിൻ്റെ ഒരു കാഴ്ച. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അകത്തോട്ടൊക്കെ കയറാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും പതുക്കെ അകത്തോട്ട് കയറട്ടെ കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിന് ചുറ്റുമുള്ളൊരു കാഴ്ച അത് എങ്ങനെയാണ് ഉണ്ടല്ലേ. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. എന്നാൽ ശനിയാഴ്ചയാണ്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12:30 മണിയൊക്കെ ആവുന്നു. കണ്ടില്ലേ അമ്പലം. അപ്പോൾ ഒരു ഗോപുരം കയറി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ കുറേയധികം കൽമണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സൈഡിൽ കുറേ എന്താ പറയുക, ഒരു ഓഡിറ്റോറിയം, പഴയ ആ ഒരു 1000 കാൽ മണ്ഡപം കണക്കൊരു സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു ഏരിയയിൽ അവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു മെയിൻ പ്രതിഷ്ഠ. അപ്പോൾ നമുക്ക് അങ്ങോട്ടത്തെ സൈഡിലോട്ട് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതാണ് ടെമ്പിളിൻ്റെ ഒരു മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മെയിൻ ഗോപുരത്തിലൂടെ നമ്മൾ വന്നത്. ഇവിടെ മറ്റൊരു ഗോപുരം കാണാനായിട്ട് പറ്റും. കുറേയധികം പ്രത്യേകതകളൊക്കെ ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. അത് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഈ ഒരു ചിദംബരം നടരാജ ടെമ്പിൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. കുറേയധികം പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടെമ്പിൾ. നല്ല വെയിലുണ്ട് എന്തായാലും. കാലി അടയ്ക്കാറായെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി കുറേ നേരമായിട്ട് അവിടെ കിടന്നിട്ട് ഊത്തൊക്കെ ഊതുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നല്ലൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
കണ്ടാ ഇതേ കണ്ടില്ല, ഇവിടെ ഒരു അമ്പലക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ നിന്നൊരു കാഴ്ച ദേ ഇങ്ങനെയാണ് കണ്ട. അപ്പോൾ ഇതാണ് ആ ഒരു മെയിൻ ടെമ്പിൾ ഇപ്പോൾ അടയ്ക്കാറായി കേട്ടോ. അതാണ് നമ്മളോട് പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ നമ്മൾ ഇതേ നിന്നതാണ്. അപ്പോൾ ഇവിടെ അമ്പലക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ കണ്ടില്ലേ, അടിപൊളി. അപ്പോൾ നമ്മളതേ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം നമുക്ക് അമ്പലത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് എന്താ പറയുക, ഗേറ്റ് അടച്ചു. അപ്പോൾ അതിനുശേഷം നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ പോവുക. അവിടുന്ന് ബസ് പിടിച്ചിട്ട് നേരെ കുംഭകോണം. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ എന്തായാലും കുംഭകോണത്തെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടി ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞു. കുറച്ച് കറക്കമൊക്കെ ഉണ്ട്. അതിനിപ്പോൾ തിരിച്ച് കുംഭകോണത്തെ ചെന്നിട്ടേ ഉള്ളൂ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഗംഗൈക്കോട്ട, ചോളപുരം, ചിദംബരം ഒക്കെ വന്നു. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുംഭകോണത്തോട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുംഭകോണത്തെ മറ്റൊരു അടിപൊളി കാഴ്ചയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.